ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കാസർഗോട്ടുകാരുടെ സ്വന്തം ബേക്കാച്ചിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈവനിങ് സ്നാക്സിൽ ഒരു പ്രധാന റോളാണ് ബേക്കാച്ചിക്കുള്ളത്. നമുക്ക് വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നാൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ഇതിന് പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നുണ്ടത്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്ന രീതിയും ഓരോ നാട്ടിലും വ്യത്യസ്തമായിരിക്കും. ഞങ്ങളുടെ കാസർഗോഡ് തന്നെ ചില ഭാഗത്ത് ഇതിനെ കായാച്ചി എന്നാണ് പറയപ്പെടുന്നത്. അതായത് പഴംപൊരിയെയാണ് ഞങ്ങൾ ബേക്കാച്ചി എന്ന് പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. പക്ഷേ ഉണ്ടാക്കുന്ന രീതിയും എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് പച്ചരി വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റെപ്പാണ്. അരി ഒരുപാട് കുതിരേണ്ട ആവശ്യമൊന്നുമില്ല. ശേഷം നമുക്ക് പഴം കട്ട് ചെയ്യാനും ഇതിനൊരു മാവ് റെഡിയാക്കാനുണ്ട്. ആ ഒരു സമയം മാത്രം മതി അരി കുതിരാൻ വേണ്ടിയിട്ട്, ഒരുപാട് വെക്കേണ്ടതില്ല. ഞാനിവിടെ 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി ഇതുപോലെ തൊലിയോട് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തൊലി കളഞ്ഞും നിങ്ങൾക്ക് കട്ട് ചെയ്യാം, പക്ഷേ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് ഇതുപോലെ തൊലിയോട് കൂടിയിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പഴം വളരെ തിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ പഴം മൊത്തത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി ഇതുപോലെ നമുക്ക് എടുത്ത് കളയാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം മൊത്തത്തിൽ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കിയെടുക്കാം. നമ്മൾ ആദ്യം പച്ചരി കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായി കഴുകിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയതും കൂടി ഇട്ടുകൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഉപ്പ് അധികം ചേർക്കേണ്ടതില്ല, ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ പഴത്തിലേക്കും ബാറ്റർ നല്ല കോട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പഴത്തിലേക്ക് ബാറ്റർ നന്നായി കോട്ടായി കിട്ടൂല. അതുകൊണ്ട് വെള്ളം ഒരുപാട് കൂടാതെ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് ചൂടായ എണ്ണയിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അടിഭാഗം മൊരിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ അടിഭാഗം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആയിട്ടില്ല. നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ ബ്രൗൺ കളർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കാം. ഇതിപ്പോൾ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഇതിപ്പോൾ മുട്ടയൊന്നും ആഡ് ചെയ്യാതെയാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അഥവാ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ് വേണ്ടതെങ്കിൽ ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ മതി. ബാക്കിയുള്ളത് ഞാൻ മുട്ട ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പഴവും കൂടി ഈ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തൊന്ന് പൊരിച്ചെടുക്കുക. മുട്ട ഈ ബാറ്ററിലേക്കൊന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള പഴവും കൂടി ഈ മിക്സിയിലേക്കിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം.
അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഞങ്ങൾ കാസർഗോട്ടുകാരുടെ ബേക്കാച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇതിലേക്ക് ബീഫ് കറി നല്ലൊരു കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.